എറണാകുളത്ത് നിന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് UAE പോയതാണ് 24-കാരനായ ജംഷീർ. അജ്മാനിൽ സെയിൽസ്മാനായി താൽക്കാലിക ജോലിയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീടാണ് കമ്പനി വിസ ശരിയായതും വിസിറ്റിംഗ് വിസ മാറ്റാൻ ഒമാനിലേക്ക് പോയതും. എടപ്പാളിനടുത്ത് നെല്ലിശ്ശേരി മുക്കടക്കാട്ട് ജംഷീറിന്റെ കുടുംബത്തിന് അതുവരെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്. പക്ഷെ പിന്നീട് ജംഷീറിനെ ആരും കണ്ടിട്ടില്ല. മകൻ എവിടെയാണുള്ളത്, എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള പിതാവ് അബ്ദുൽ ലത്തീഫിന്റെ അവകാശം സാധിച്ചു കൊടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവരാണ്. ചങ്ങരകുളം പോലീസിൽ ലത്തീഫ് പരാതി നൽകിയിരുന്നു. കാര്യമായ അന്വേഷണം നടന്നില്ല. ശേഷം മുഖ്യമന്ത്രി, DGP, ജില്ലാ പോലീസ് സൂപ്രണ്ട് എന്നിവർക്ക് പരാതി നൽകി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച കാര്യങ്ങൾ മറ്റു ചിലതാണ്. നേരത്തെ എറണാകുളത്തായിരുന്നു ജംഷീർ ജോലി ചെയ്തിരുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടായിരുന്നു ജോലി. കഴിഞ്ഞ വർഷമാണ് എറണാകുളത്ത് ഗൾഫ് ജോലിക്കുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുത്തതും UAE പോയതും. വിസിറ്റിംഗ് വിസയിൽ UAE പോയ ജംഷീറിന് അജ്മാനിൽ സെയിൽസ്മാനായിട്ടായിരുന്നു താൽക്കാലിക ജോലി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 2 മാസത്തെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിഞ്ഞ് ജനുവരിയിൽ തീർന്നതിനാൽ വിസ പുതുക്കി. ഇതിനുവേണ്ടി മസ്കത്തിൽ പോയി വരേണ്ടതുണ്ടെന്ന് ജംഷീർ കുടുംബത്തെ അറിയിച്ചിരുന്നു. രണ്ടാമത്തെ വിസിറ്റിംഗ് വിസ കാലാവധി മാർച്ചിൽ തീർന്നു. വിസ പുതുക്കാൻ വേണ്ടി വീണ്ടും മസ്കത്തിലേക്ക് പോകുമെന്നാണ് കുടുംബത്തെ ജംഷീർ അറിയിച്ചത്. 2 തവണ വിസിറ്റിംഗ് വിസ പുതുക്കാൻ ഒമാനിൽ പോയി എന്നാണ് കുടുംബത്തിന് ജംഷീറിൽ നിന്ന് ലഭിച്ചത്. ജനുവരിയിൽ മൂത്ത സഹോദരൻ നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞ് UAE ജംഷീറിനെ കണ്ടിരുന്നു. 2ാം തവണ വിസ പുതുക്കാൻ പോകുന്ന വേളയിൽ ഒരു കമ്പനി ജോലി ശരിയായിട്ടുണ്ടെന്നും ജംഷീർ കുടുംബത്തെ അറിയിച്ചിരുന്നു. ഒമാനിൽ 2 ആഴ്ച നിൽക്കേണ്ടി വരുമെന്നും അതിനുശേഷമേ ഇനി വിളിക്കൂ എന്നും ജംഷീർ പറഞ്ഞിരുന്നു. പിന്നീട് വിളിച്ചില്ല, മെസ്സേജും വന്നില്ല. റാസൽ ഖൈമയിൽ ജോലി ചെയ്യുന്ന സഹോദരൻ അജ്മാനിൽ ജംഷീർ താമസിച്ചിരുന്ന സ്ഥലത്ത് അന്വേഷിച്ചിരുന്നു. ജംഷീർ പറഞ്ഞ കമ്പനിയിലും അന്വേഷിച്ചു. UAE എമിഗ്രേഷൻ ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് മാർച്ച് 22-ന് ജംഷീർ ഷാർജയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോയി എന്ന വിവരം ലഭിച്ചത്. മാർച്ച് അവസാന വാരം ജംഷീർ ഹൈദരാബാദിലെത്തി എന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന വിശദമായ അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ച വിവരം. മുടങ്ങിപ്പോയ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243. പോലീസ് ഹൈദരാബാദിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ആദ്യ തവണ വിസിറ്റിംഗ് വിസ കഴിഞ്ഞ ജനുവരിയിൽ ജംഷീർ കരിപ്പൂരിലെത്തി ഒരാഴ്ച താമസിച്ചു എന്ന വിവരവും പോലീസിന് ലഭിച്ചു. എന്നാൽ ജംഷീർ ഇവിടെ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. UAE എമിഗ്രേഷനിൽ അന്വേഷിച്ചപ്പോൾ മാർച്ചിന് ശേഷം ജംഷീർ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു. CBI അന്വേഷണം തേടി അബ്ദുൽ ലത്തീഫ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. സർക്കാരിനോടും CBIയോടും വരുന്ന ജനുവരി 10-നകം പ്രതികരണം അറിയിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. മകനെ കുറിച്ചുള്ള വിവരം വൈകാതെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ലത്തീഫും ഭാര്യ ബുഷ്രയും.